ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു കല്യാണത്തിന് പോവാണ്. കല്യാണം മലപ്പുറം കോട്ടക്കലാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരുടെയാണ് കല്യാണം എന്നല്ലേ? കല്യാണം ഇപ്പാൻ്റെ, അതായത് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെയാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിക്കാഹും കൂട്ടിക്കൊണ്ടുപോലും ഒക്കെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പം 11 മണിക്കാണ് നിക്കാഹ് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. എന്നാലും അവിടെ എത്തിയപ്പോക്ക് കുറച്ച് ലേറ്റായിട്ടോ. ഞങ്ങൾ നേരെ വീട്ടിൽ തട്ടിയിട്ട് ഇപ്പാക്ക് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നിക്കാഹ്. അപ്പോൾ ഇപ്പാക്ക് അങ്ങനെ പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് വീട്ടിൽ കൊണ്ടിറക്കി. വീട്ടിൽ ഞങ്ങളെ കൊണ്ടിറക്കാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ നിക്കാഹിൻ്റെ ആ ഒരു ഓഡിറ്റോറിയത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് ഞാനും അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവർ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഞാനൊന്ന് വലിയ സുഖമൊന്നുമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഒന്ന് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. പിന്നെ കഫക്കെട്ടും ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തു വന്നു. എന്നാലും ഫുള്ളായിട്ട് ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, വൈകുന്നേരം വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഫാമിലിയിൽ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. അങ്ങോട്ട് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കാരണം കുത്തനെയുള്ള റോഡാണ്. നമുക്ക് എങ്ങാനും കാല് തെറ്റിയാൽ അവിടെ എന്തായാലും വീഴ് ഉറപ്പാണ്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ടാണ് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. നിക്കാഹിൻ്റെ ആ ടൈമൊക്കെ കണ്ടിറങ്ങിയോണ്ട് നേരത്തെ കാലത്ത് എത്തിട്ടോ. മറ്റേത് കല്യാണത്തിനൊക്കെ ഒരു 12:30-1 മണി ആ നേരത്തേക്കല്ലേ പോവുക. ഇത് പിന്നെ കുടുംബത്തിലെ കല്യാണമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള സമയത്ത് നമ്മൾ പോകണം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലേനു. അപ്പോൾ നമ്മൾ യാമിക്കുള്ള തൊട്ടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടേനു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓള് കല്യാണ വീട്ടിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അവിടുന്ന് പോവാനുള്ള എല്ലാ പരിപാടിയും അവൾ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ട് തൊട്ടിലൊക്കെ കൊണ്ടാണ് പോയത്. പിന്നെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന തൊട്ടിലായതുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം അതിനൊരു സ്ഥാനം കണ്ട് അവൾ അവിടെ കിടത്തി ഉറക്കി. അപ്പോൾ നമ്മളെ ടീംസൊക്കെ മേലെ നല്ല പ്രാക്ടീസിലാണ് കേട്ടോ. അവർ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ പെണ്ണിനെ കണ്ടില്ലല്ലേ? പെണ്ണ് നല്ല ഒരുക്കത്തിലാണ് കേട്ടോ. അവളെ ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ഫുഡ് നല്ല ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചൂടോടൊക്കെ കഴിക്കാൻ വിശന്നിരിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു ചിക്കൻ ബിരിയാണി കിട്ടിയാൽ നല്ല രസകരല്ലേ? അതേപോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നല്ലോണം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൈഡ് ഒരുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. കാരണം ചെക്കൻ്റെ വീട്ടുകാർ ഡ്രസ്സ് കൊടുന്നു കൊടുക്കാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിനൊക്കെ ലേറ്റായി കേട്ടോ. ബ്യൂട്ടീഷ്യന്മാരുണ്ടായിരുന്നു. എന്നാലും 12:45 ആ ടൈമിലാന്ന് പറഞ്ഞു ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ കിട്ടി ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് 2 മണി 2:15 ആയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ കേട്ടോ. കുറച്ചൊക്കെ പേര് അവളെ കാണാൻ പറ്റാതെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ പാടെ കൂടി ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നമ്മൾ കസിൻസൊക്കെ കൂടുമ്പോൾ ഫോട്ടോ എടുപ്പ് മെയിനാണല്ലോ. അതേപോലെ തന്നെ ഞങ്ങൾ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യാണ്. കുറേ ആളുകളുണ്ടായിട്ട് ഒറ്റ ഫ്രെയിമിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഇരുന്നും കുറേ നിന്നും ഒക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ കസിൻസൊക്കെ എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ വീട്. ഈ ഒരു മൂത്താപ്പാൻ്റെ വീട് മാത്രം കുറച്ച് ലോങ് ആയിട്ടുള്ളൂ കോട്ടക്കൽ. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും അങ്ങനെ പോലും വരവൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ലോങ് ആയതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ ആകെ ബഹളമാണ് കേട്ടോ. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ആയിരുന്നു. ഹായ് സജു. നമ്മുടെ ക്യാമറമാൻ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബ്രൈഡ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല റെഡ് കളർ സാരി ആയിരുന്നു കേട്ടോ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മേക്കപ്പൊക്കെ പക്കയായിരുന്നു. എന്താ പറയുക, നല്ല ഗ്ലാസി സ്കിന്നായിരുന്നു കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു ഫേസിലൊക്കെ. പിന്നെ നമ്മൾ ബ്രൈഡ് ആളൊരു ടീച്ചറാണ് കേട്ടോ. അവൾ പ്ലേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു പ്ലേ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ.
ആൾ നല്ല സ്മാർട്ടാണ് കേട്ടോ. അവളുടെ കൊളീഗ്സാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ. എന്താ പറയുക, നല്ല അടിപൊളി ടീച്ചറാണ്. അവളുടെ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു മക്കൾ അവളുടെ പാരൻസിനൊത്ത്. അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. യാമിക്കുള്ള തൊട്ടിൽ കൈ പിടിച്ചത് ഭയങ്കര ഒരു കാര്യമായിട്ടോ. കാരണം അവൾ ഈ ടൈമിലൊക്കെ ഉറങ്ങിയേനും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ ബെഡിൽ കിടന്നുറങ്ങൂല. എന്താ പറയുക, തൊട്ടിൽ തന്നെ അവൾക്ക് വേണം. ബെഡിൽ രാത്രി മാത്രമേ കിടന്നുറങ്ങുള്ളൂ. പിന്നെ അധികം സൗണ്ടും കാര്യങ്ങളൊന്നും അവൾക്ക് പറ്റൂല. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോരേണ്ടി വരുന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പിന്നെ തൊട്ടിൽ കൊണ്ടുപോയപ്പം എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നിക്കാഹ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ മെഹർ അവർ നമ്മളെ കയ്യിൽ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെഹർ, ചെയിനാണ് കേട്ടോ. അവൻ്റെ ചെക്കൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ ജുനൈസ് അങ്ങനെ എന്തോ ആണ് പേര്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനും കൂട്ടരൊക്കെ വന്നു. വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ, വീടുകൾ തമ്മിൽ അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെ അവരെത്തി. മെഹർ കെട്ടുന്ന ടൈമാണിപ്പോൾ. അങ്ങനെ മെഹറൊക്കെ കെട്ടി അവൻ്റെ ജീവിത സഖിയായിട്ടോ അവൾ. ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മാഷാ അല്ലാഹ്, നല്ല പെയറില്ലേ, നല്ല ജോഡികളാണ് രണ്ടാളും തമ്മിൽ. നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ 5 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കേട്ടോ മാരീഡ് ആവുന്നത്. ആ ഒരു സന്തോഷം കൂടി അവരെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ അമ്മ, എൻ്റെ മൂത്താപ്പാൻ്റെ മോള്. ഈ ബ്ലാക്ക് സാരിയാണ്. അപ്പുറത്തുള്ളത് ആളുടെ മോനാണ്, അതായത് പെണ്ണിൻ്റെ ബ്രദറാണ്. അങ്ങനെ അവരും ഫോട്ടോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാണ്. ഞങ്ങളും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് അവളുടെ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെ ആരൊക്കെയാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ മേലെയുള്ള ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. അവൾ താഴേക്കിറങ്ങി പോവാനുള്ള യാത്ര പറച്ചിലാണ് കേട്ടോ. എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ ആൾ അവൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവരുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇനി അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അവരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അതാണല്ലോ, പുതുക്കം പോവാന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ അവളിറങ്ങിയതിന് ശേഷം നമ്മൾ പുതുക്കം പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നാലെ ഞങ്ങളും ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ ചെക്കൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൊട്ടിലൊക്കെ കൊണ്ടല്ലേ പോകുന്നത്, അതൊക്കെ ഏറ്റി പോകുന്നതൊക്കെ കണ്ടിട്ട് ചെക്കൻ്റെ കൂടെ വന്ന് ഏതൊക്കെയോ ആളുകളൊക്കെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ നെവർ മൈൻഡ് ആക്കി എടുത്തിട്ടു. കാരണം എനിക്ക് ആദ്യമൊക്കെ അതൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊന്നും മടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് മടിക്കുന്നതല്ലേ, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അവരുടെ കംഫർട്ടല്ലേ നമ്മുടെ കംഫർട്ട്, അങ്ങനെ ആലോചിച്ചാൽ പോരെ. പിന്നെ അവർ കുറച്ച് വലുതാവോളം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കേണ്ടിയൊക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ. ഒന്നാമത് അതിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. അതൊരു തേങ്ങ ഒളിക്കുന്ന പാരൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ. തൊട്ടിലാണെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇതെന്താടി തേങ്ങ ഒളിക്കുന്ന പാര എന്നൊക്കെ ആയിരുന്നിട്ട് എല്ലാവരും ചോദിച്ചിരുന്നത് കണ്ടിട്ട്. അതെന്തോ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നു. ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവളോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ബാക്കിയുള്ളവർ നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ബീച്ചിലേക്കാണ് നേരെ പോയത്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ അന്ന് വൈകിട്ട് ഞാനെൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. അപ്പം ഓന് പ്രോഗ്രാമിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴത്തേന് അങ്ങോട്ട് എത്തും വേണം. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കല്യാണ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.